ഹലോ ഗൈസ്, നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അത് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളാണ്. നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എടുത്തിട്ടുള്ളൊരു തക്കാളിയും ഒരു സവാളയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. അത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ഇട്ടാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇടുക. എന്നിട്ട് അത് നല്ലതായി വരുമ്പോൾ അതിനകത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും മുളകും കരിവേപ്പിലൊക്കെ ഇട്ടെടുക്കുക. അതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും മസാലപ്പൊടിയൊക്കെ ഇടുക. എന്നിട്ട് നമ്മളെ ജീരകവും കുരുമുളകും ഇട്ടിട്ട് ഫസ്റ്റ് ഉപ്പിട്ടാൽ മതി കേട്ടോ, പിന്നെയാണ് മസാലപ്പൊടി ഇടേണ്ടത്. അതൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചെടികളും മീൻകുട്ടീനെയൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ കിച്ചണിൻ്റെ ഡെക്കേഴ്സ്. അപ്പോൾ അതപ്പോഴത്തേക്കും അവിടെ നല്ലോണം വാടി വന്നിട്ട് ഇപ്പോഴാണ് മസാലപ്പൊടി ഉണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളകല്ല മുളക് പൊടി, മല്ലിപ്പൊടി, അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ചിക്കൻ കറീൻ്റെ കൂടെ ഞങ്ങൾ തിന്നണത് ബ്രെഡാണ്. വൈകുന്നേരം വിശന്നപ്പോൾ പെട്ടെന്ന് പോയി മേടിച്ചതാണ്. ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് പോയി മേടിച്ചു വന്നു. എന്നിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ പേസ്റ്റ് ഇല്ലേ അതങ്ങോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്യണം. ഇത് ഒഴിച്ചാൽ നല്ല തിക്ക് ഗ്രേവി ഉണ്ടാവും. ഇന്ന് പുക വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കുക്കർ കുറച്ച് ചൂടായി, അതായിരുന്നു പുക വരുന്നത്. കണ്ടോ, ഇപ്പോൾ ഓക്കെ നല്ല ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളുടെ ഈ പച്ചമുളകൊക്കെ നല്ല ഇതാവൂലേ, അപ്പോഴാണ് നമ്മളുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ശരിക്കും ഒരു വിസിൽ മതി. ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ 2 വിസിലാണ് വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കേട്ടോ, ബ്രെഡിന് കൂടെ കഴിക്കുന്നതുകൊണ്ട്. പിന്നെ ഈ ബ്രെഡ് ആവി കയറ്റി കഴിക്കാത്തൊരു മസ്റ്റ് ട്രൈ ആണ്. എന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ സ്പോഞ്ച് പോലെ നല്ല തൊട്ടൊന്നും താന്ന് പോകണം, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കും. ഞങ്ങൾ ഇപ്പോൾ അമ്മ കുറേ നാൾ മുമ്പേ അത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ബ്രെഡ് കൊണ്ടുവന്നിട്ട് തിന്നുകയാണെങ്കിൽ അങ്ങനെ തിന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ 2 വിസിലടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ തൊട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പരുവം. നല്ല ചൂടുണ്ടാകും കൊണ്ടാണ് ഞാൻ തൊടാൻ എത്ര ഇത് കാണിക്കണേ. നല്ല സോഫ്റ്റായിട്ട് ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയിരിപ്പിൽ 10 എണ്ണമൊക്കെ തിന്നെടുത്തു. അതാണ് ഞങ്ങൾ കണ്ടോ, ഞങ്ങൾ അങ്ങനെ ഗുളുന്നിരിക്കും. അതൊക്കെയാണ് ചൂടാണ്, അതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് ആവി കുറച്ച് നേരം കയറ്റിയാൽ മതി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.